ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മളുടെ ബാത്റൂമിലുള്ള ഓർഗനൈസിങ് ഐഡിയാസ് ആണ് കേട്ടോ. ഇത് മെയിൻലി ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് ഇപ്പം റെന്റഡ് അപ്പാർട്ട്മെന്റ്സിലൊക്കെ താമസിക്കുന്ന ഒട്ടും ഫേർണിഷ്ഡ് അല്ലാത്ത ബാത്റൂംസ് യൂസ് ചെയ്യുന്നവരുണ്ടാകുമല്ലോ. നമ്മളുടെ ഒരു ബാത്റൂം നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് ഓർഗനൈസ്ഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് വെക്കാമെന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമുക്ക് അധികം സാധനങ്ങളൊന്നും വെച്ചിട്ടില്ലാത്ത ഈ ഒരു ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇത് കാണുമ്പോഴത്തേക്കിനും മനസ്സിലാവും ഇവിടെ അങ്ങനെ അഡീഷണൽ ഷെൽഫ്സ് ഒന്നും തന്നെ ഇല്ല. അതേപോലെ തന്നെ ചില ബാത്റൂമിലൊക്കെ ആ ഒരു സിങ്കിന്റെ താഴെയായിട്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള ഡോറൊക്കെ ഉണ്ടാകുമല്ലോ, അങ്ങനെയുള്ള ഒന്നുമില്ല. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ അതിലേക്ക് എടുത്ത് വെക്കാനായിട്ടൊക്കെ പറ്റും. ഇവിടെ അപ്പോ ആദ്യം തന്നെ ഞാൻ ഈ നമ്മളുടെ വാഷ് ബേസിന്റെ അടുത്തായിട്ടുള്ള സ്ഥലത്ത് ഒരു വേർട്ടിക്കൽ സ്റ്റാൻഡ് വെക്കുന്നുണ്ട്. അതും ഒരു കോർണർ സ്റ്റാൻഡാണ്. ഈ ഒരു വേർട്ടിക്കൽ കോർണർ സ്റ്റാൻഡിന് 3 തട്ടുണ്ട്. അപ്പൊ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റും. പിന്നെ ഒരു ഹാൻഡ് വാഷ് അല്ലെങ്കിൽ ഒരു ഹാൻഡ് സോപ്പ് വേണം. നമ്മൾ ഈ ഒരു വേർട്ടിക്കൽ കോർണർ സ്റ്റാൻഡ് വെക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കുറേ സാധനങ്ങൾ ഒരു വേർട്ടിക്കൽ ആയിട്ടുള്ള ആ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ട് വെക്കാനായിട്ടും പറ്റും. പിന്നെ എല്ലാം ഇങ്ങനെ ഈ തട്ടിൽ നിരന്ന് കിടക്കുന്നത് ഒഴിവാക്കാനായിട്ട് പറ്റും. ഇവിടെ ഞാൻ ആ പേസ്റ്റ് ആൻഡ് ബ്രഷ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു കപ്പ് എന്നൊക്കെ പറഞ്ഞാൽ റീസൈക്കിൾഡ് ആയിട്ടുള്ള ഒരു കപ്പാണ് കേട്ടോ, ട്രാൻസ്പെറന്റ് കപ്പ്. പിന്നെ അതിന്റെ റൈറ്റ് സൈഡിലായിട്ടുള്ള ഒരു ഏരിയയിൽ ഒരു ഡെക്കറേറ്റീവ് ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ സാധനം വെക്കുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ചൂടൊക്കെ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന ആ ഒരു വുഡന്റെ തട്ടിന്റെ മുകളിലായിട്ട് ചെറിയ ടോയ്സ് പോലെ ഉണ്ടായിരുന്നു. അത് ഒരേ ടൈപ്പിലുള്ള കുറച്ചുണ്ടായിരുന്നു. അപ്പം അതിനെ ആ ഒരു കോർണറിൽ സ്ഥാപിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ബാത്ത് ഏരിയ ഉണ്ട്. ആ ഒരു ബാത്ത് ഏരിയ സെപ്പറേറ്റ് ആണ്. അപ്പോൾ അവിടെയാണെങ്കിൽ നമ്മൾക്ക് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല, തട്ടൊന്നും ഇല്ല. അപ്പം ഞാൻ അവിടെ ഒരു ഷവർ ക്യാഡി വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ഷവർ ക്യാഡിയിൽ 2 തട്ടാണുള്ളത്. അപ്പം അതിൽ നമ്മൾക്ക് അത്യാവശ്യം വേണ്ടിയ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് പറ്റും. ഇപ്പം ഷാംപൂ, കണ്ടീഷണർ, സോപ്പ്, അതേപോലെ തന്നെ ബോഡി വാഷ്, അങ്ങനത്തെ സാധനങ്ങൾ മാത്രം അവിടെ വെക്കുന്നുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് ഇത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഷവർ ക്യാഡിയുടെ താഴെയായിട്ട് 2 ഹുക്ക് പോലത്തെ സംഭവം കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ തൂക്കിയിടണം എന്നൊക്കെ ഉണ്ടെങ്കിലും ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു കോർണർ സ്റ്റാൻഡിൽ ഞാനൊരു ടിഷ്യൂ ബോക്സും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു വാഷ് ബേസിന്റെ അടുത്തായിട്ട് ടവൽ ഹാങ് ചെയ്യാനുള്ള ഒരു ഹാങ്കർ ഉണ്ടായിരുന്നു. അവിടെ ടവൽ ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ടിഷ്യൂ ബോക്സ് വെച്ചല്ലോ, അപ്പൊ ഒരു ചെറിയ ടിഷ്യൂ റോൾ വെക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പം അതും കൂടി വെച്ചു കൊടുക്കാം. അതിനുശേഷം അത്യാവശ്യമായിട്ട് വേണം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒന്നാണ്, നമ്മൾക്കവിടെ എല്ലാ വാഷ്റൂമിലും ഒരു വേസ്റ്റ് ബിൻ വെച്ച് കൊടുക്കാം. അങ്ങനെ ആകുമ്പോഴത്തേക്കിനും നമ്മൾക്കിപ്പം എന്തെങ്കിലും ടിഷ്യൂസോ അല്ലെങ്കിൽ ഇപ്പം പേസ്റ്റ് അല്ലെങ്കിൽ ഷാംപൂ ഒക്കെ തീർന്നതിൻ്റെ ഒക്കെ ഒരു ബോട്ടിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഈ ടബ് ഏരിയയുടെ സൈഡിലായിട്ട് ഞാനൊരു ക്യാൻഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യമാണെങ്കിൽ നമ്മൾക്കിപ്പോൾ എപ്പോഴെങ്കിലും ഒക്കെ ആ ഒരു ക്യാൻഡിൽ കത്തിച്ച് വെക്കണം അല്ലെങ്കിൽ നല്ലൊരു സ്മെല്ല് വരണം എന്നൊക്കെ തോന്നുമ്പോൾ മാത്രം യൂസ് ചെയ്താലും മതി. അതിന് വേണ്ടിയിട്ട് ഒരു ലൈറ്ററും കൂടി അതിൻ്റെ അടുത്ത് വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഈ ഒരു വാഷ്റൂമിൽ ഞാനൊരു വലിയ ബക്കറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം നമ്മൾക്ക് പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം നല്ല തണുപ്പായിരിക്കും നമ്മൾ ഹീറ്റർ ഓൺ ആക്കിയാലും. അപ്പോൾ ഹീറ്റർ ഓൺ ആക്കി കഴിഞ്ഞാലും കുറച്ച് സമയം എടുത്ത് മാത്രമേ ഉള്ളൂ ആ വെള്ളം ഒരു വാം ആയിട്ടെങ്കിലും കിട്ടുള്ളൂ. അപ്പോൾ ഈ നല്ല തണുപ്പുള്ള വെള്ളം ആകുമ്പോഴത്തേക്കിനും പലപ്പോഴും നമ്മൾക്കത് ഉപയോഗിക്കാൻ പറ്റാതെ കളയുവാണ് ചെയ്യുന്നത്. അപ്പം ജസ്റ്റ് കുറച്ചെങ്കിലും വെള്ളം ഈ ബക്കറ്റിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ബക്കറ്റ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ടോയ്ലറ്റ് ബൗളിന്റെ അടുത്തായിട്ടും ഒരു മാറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ഏരിയയുടെ അടുത്തായിട്ട് അധികം വെള്ളം ഒന്നും ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് നമ്മളുടെ കാലിലൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടും ഒന്നൊരു ക്ലീൻ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് അവിടെ ഒരു മാറ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മളുടെ ഒരു ബാത്ത് ഏരിയയിൽ നിന്ന് ഇറങ്ങുന്ന സ്ഥലത്തും ഒരു മാറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അഥവാ അവിടെ നിന്ന് വെള്ളം പുറത്തേക്ക് വരുവാണെങ്കിൽ അത് അധികം ഇങ്ങനെ ഒരു ഡ്രൈ ഏരിയയിലേക്ക് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു മാറ്റ് ഇട്ടേക്കുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങൾ മാത്രമേ ഈ ഒരു വാഷ്റൂമിൽ ചെയ്തിട്ടുള്ളൂ. ഇത്രയായപ്പോഴത്തേക്കിനും നമ്മൾക്ക് ബേസിക് ആയിട്ടുള്ള നെസസിറ്റീസ് ഒക്കെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വാഷ്റൂം ചെറിയ കുട്ടികളൊന്നും ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ലാത്തത് കാരണമാണ് ഇവിടെ ഒരു സ്റ്റൂളൊന്നും ഇട്ടിട്ടില്ലാത്തത് കേട്ടോ. അതേസമയം കുട്ടികളൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് അവർക്ക് വാഷ് ബേസിനിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റൂളും കൂടി ഇടുമായിരുന്നേ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാകും, നിങ്ങൾക്ക് ഇഷ്ടമാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കുക. ഉടനെ തന്നെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.